ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് 20 പേർക്കുള്ള സാമ്പാറാണ്. ഇതേപോലെ സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ അളവ് നമുക്ക് നോക്കാം. അതിനു വേണ്ടി കുറച്ച് വെജിറ്റബിൾസാണ് ആദ്യം എടുത്തിട്ടുള്ളത്. 3 മുരിങ്ങ, 1 കഷ്ണം വെള്ളരി, 2 ഉള്ളി, 2 കിഴങ്ങ്, 1 ക്യാരറ്റ്, 500 വെണ്ട, 500 തക്കാളി, 1 വഴുതന എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് കുറച്ച് പരിപ്പ് കഴുകിയെടുക്കണം. 350 ഗ്രാം പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിലിട്ട് ഒരു 3 വിസിലാക്കി എടുക്കണം. പരിപ്പ് വേവിക്കുന്നതിന് വേണ്ട വെള്ളം 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. ഇനി ഒരു 150 ഗ്രാം പുളി വെള്ളത്തിലിടണം. 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചാണ് വെക്കേണ്ടത്. അരമണിക്കൂർ മാറ്റി വയ്ക്കാം. എന്നതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുക്കണം. ഉള്ളി ആദ്യം അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം മറ്റ് വെജിറ്റബിൾസ് എല്ലാം നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് 20 പേർക്കുള്ള സാമ്പാറാണ്. 4 ലിറ്ററാണ് ഉണ്ടാവുക. വെണ്ട ഒന്നും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കരുത്. 2 കഷ്ണേ ഒരു വെണ്ട മുറിക്കാവൂ. നമ്മുടെ കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഉള്ളി മാറ്റി വയ്ക്കുക. വെണ്ട, വഴുതന അതും വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. മറ്റുള്ള കഷ്ണങ്ങളെല്ലാം കൂടെ ഒരുമിച്ചൊരു പാത്രത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഒരു 50 ഗ്രാം വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി ശകലം ഉപ്പും കൂടെ ഇട്ട് അത് ഇളക്കി അടച്ച് വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം അത് വാടിയിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടയും വഴുതനയും ഇട്ട് കൊടുക്കരുത്. ബാക്കി എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. അതിന് ശേഷം അത് തുറന്ന് ബാക്കിയുള്ള വെണ്ടയും വഴുതനയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം 1/2 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെച്ച പുളി 1/2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ മൊത്തം 1 ലിറ്റർ വെള്ളമായി. അത് ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരു LG കായത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് ചേർത്ത് കൊടുക്കുക. ഇനി കഷ്ണങ്ങൾ വേകുന്ന സമയത്ത് ഈ കായം അതിൽ കിടന്ന് മിക്സ് ആയിക്കോളും. ഇനി നന്നായി ഇളക്കി അടച്ച് വയ്ക്കുക. ഈ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരമുറി തേങ്ങ എടുത്ത് നന്നായി ചിരവി എടുക്കുക. ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മൂട് വെളുത്തുള്ളി വൃത്തിയാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ്, ഇത് നന്നായി കഴുകി എടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഉഴുന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ചട്ടി വെച്ച് തീ കത്തിച്ച് ഒരു 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഉലുവ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് ചൂടായി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ച ഉഴുന്നും പരിപ്പും അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക.
ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മറ്റുള്ള തേങ്ങയും മറ്റുള്ളതെല്ലാം കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി വറുത്തെടുക്കാം. നിർത്താതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ വറവായിട്ടുണ്ട്. ഈ ബ്രൗൺ കളറിലാണ് ആവേണ്ടത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂട് തണിയുന്നതിന് വേണ്ടിയാണ് മാറ്റി വയ്ക്കുന്നത്. വറുത്ത പാത്രത്തിൽ തന്നെ വെച്ചാൽ വറവ് ഏറിപ്പോവും. അപ്പോഴേക്ക് കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. കഷ്ണം വെന്തിട്ടുണ്ടോ നോക്കാൻ ഒരു കഷ്ണം എടുത്ത് പൊട്ടിച്ച് നോക്കാം. നല്ലോണം പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ തേങ്ങ അരയ്ക്കാൻ ഉപയോഗിച്ച വെള്ളവും എല്ലാം കൂടെ ചേർത്തതും ഒക്കെ കൂടെ 2 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം വേവിച്ച് വെച്ച പരിപ്പും ചേർത്ത് കൊടുക്കണം. പരിപ്പ് കുക്കറിൽ വേവിക്കുന്നതിന് വേണ്ടി 3 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചത്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം പരിപ്പിന് 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഉപ്പ് പാകമാണോ നോക്കി, പോരെങ്കിൽ ഇനിയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ഇല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇലകൾ ഇതിൽ മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കിയാൽ നന്നായി തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.